ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മിൻറ്റ് ലെമൺ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാം. എത്രയും പെട്ടെന്ന്, കറികളൊന്നും ഇല്ലാത്ത സമയത്തും വെജിറ്റബിൾസ് ഇല്ലാത്ത സമയത്തും വളരെ പെട്ടെന്നും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കുക്കർ എടുത്തിട്ട് 3 വലിപ്പമുള്ള തക്കാളി, നിങ്ങളുടെ തക്കാളിയുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിൻ്റെ നമ്പേഴ്സ്. ഇപ്പോൾ ഒരു സവാള എടുക്കാം. എന്നിട്ട് ഒരു 2 പച്ചമുളക്, ഇല്ല കാന്താരി മുളക് ഇട്ടാലും എരിവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളക് ഏത് വേണമെങ്കിലും ഇടാം. ഇല്ല നിങ്ങൾക്ക് വറ്റൽമുളകാണ് ഇടാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ പെരുംജീരകം ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പെരുംജീരകം ഇഷ്ടമില്ലാത്തവർ കൂടെ ഈ കറി കഴിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണെന്നേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ പെരുംജീരകം ഇഷ്ടമില്ലാത്തവരും കഴിക്കും. ഇപ്പോൾ പുതിന ഇല ഉണ്ടല്ലോ, ഒരു 5 പുതിന ഇല, ഒത്തിരി ഇടണ്ട. പുതിന ഇല ചിലപ്പം കഴിക്കുന്നു എന്ന് പറയുമല്ലോ, കഴിക്കത്തൊന്നുമില്ല കേട്ടോ. ഈ പെരുംജീരകവും പുതിന ഇലയൊക്കെ ചേരുമ്പോഴേ ഒരു വേറെ ലെവലിലുള്ള ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കുക്കർ ഓൺ ചെയ്തിട്ട് ഒരു തള വരുമ്പോഴത്തേനും കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് നമുക്കൊന്ന് 2 വിസിലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ അടപ്പിട്ടിട്ട് ഒരു 2 വിസിൽ വരട്ടെ. ഇപ്പോൾ ഞാൻ 2 വിസിൽ വന്ന് ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളിയും ഉള്ളിയും പിന്നെ പച്ചമുളകും മറ്റേ പുതിന ഇലയും മറ്റേ പെരുംജീരകവും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തക്കാളിയുടെ സ്കിന്ന് എടുത്ത് മാറ്റുകയാണ്. സ്കിന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്കിന്നിലാണ് ഇതിൻ്റെ എല്ലാ സത്തും ഉള്ളതെന്നാണ് ഇപ്പോൾ നമ്മളുടെ സയൻറ്റിസ്റ്റ് പ്രകാരം പറയുന്നത്. ഞാൻ എന്തായാലും സ്കിന്നെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ള എല്ലാം വെള്ളം അവിടെ ഇരിക്കട്ടെ, ബാക്കിയെല്ലാം ഞാൻ ഫിൽട്ടർ ചെയ്ത് ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് ഒന്നൊന്നായിട്ട് എടുത്ത് മിക്സി ജാറിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ എല്ലാം മിക്സി ജാറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്ത് വെച്ചിട്ട് ഇവിടെ തന്നെ ഇട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ഇല്ല അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് അരച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ മിക്സിയിലിട്ട് ഞാൻ ഒരു കറക്കി എടുത്താൽ മതി, ഒത്തിരി നേരമൊന്നും അരയ്ക്കണ്ട. ഒരു കറക്കി എടുത്താൽ ഇതുപോലെ പേസ്റ്റായി എടുക്കും. ഇപ്പോൾ ഈ പേസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ, ഒത്തിരി അരയ്ക്കണ്ട. ഈ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഈ പഴുത്ത തക്കാളിയുടെ രുചി അറിഞ്ഞാലേ നിങ്ങൾ എന്നും ഇതുണ്ടാക്കും. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് ഒരു 2 സ്പൂൺ, ഒരു 1.5 സ്പൂൺ എണ്ണ മതി കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. ഒരു 1/2 സ്പൂൺ കടുകും നമ്മളുടെ മസാലകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല എന്ന് പറഞ്ഞാൽ കടൽപ്പാച്ചി എന്ന് പറഞ്ഞിട്ട് ഇല്ല കൈതപ്പൂവിൻ്റെ കണക്കുള്ളൊരു ഇതുണ്ടല്ലോ, ആ മസാലയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകും കറിവേപ്പിലയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് രസമാണെന്ന്. ഇത് രസമാണ്, ഇനിയുണ്ട് കേട്ടോ. ഇപ്പോൾ രസം പോലെ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ കൂടെ നമുക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഇപ്പം മീൻ ഫ്രൈയോ മുട്ട ഫ്രൈയോ വെച്ചിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിടെ കടലമാവുണ്ടല്ലോ, കടലമാവ് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പറ്റുന്ന കടലയുണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. അതൊരു സ്പൂണ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് വേണ്ട, എനിക്ക് രസം പോലെ തന്നെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കടലമാവ് ചേർത്തിട്ട് ഒരു തിളച്ചൊന്ന് വരട്ടെ. ഒന്ന് സിമ്മിലിട്ട് തന്നെ തിളപ്പിക്കണം കേട്ടോ, ഒത്തിരി ഹൈ ഫ്ലെയിമിലിടണ്ട. ഇപ്പം നല്ല പോലെ തിളച്ച് നല്ല കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ
സമയത്ത് ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇത് സാമ്പാറാണോ അല്ല ഇത് രസമാണോ എന്താണ് ചോദിക്കുക, അടിപൊളിയാണ്.